നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളെയാണ് അവതരിപ്പിച്ചു വന്നിരുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും പ്രധാനമായിട്ട് 2025 ഉണ്ടാകുന്ന വിഷയങ്ങളും ദശാകാല ഫലങ്ങളും ദോഷപരിഹാരങ്ങളുമാണ് പറഞ്ഞു വരുന്നത്. അശ്വതി മുതൽ അനിഴം വരെയുള്ള നക്ഷത്രക്കാരുടെ വിശേഷത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2025 പുതുവർഷം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ബലം വർദ്ധിക്കുന്നതാണ്. അതുവഴി കാര്യങ്ങൾക്കൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ്. ബന്ധുഗുണം ഒക്കെ വർദ്ധിച്ച് ലഭിക്കുന്ന സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായത്തോടെ തൊഴിൽ ലാഭം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹത്തിനും അനുകൂല സമയമാണ്. ആശ്രയിച്ച് നിൽക്കുന്നവരിൽ നിന്നൊക്കെ മികച്ച പിന്തുണ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ മാറ്റിവാങ്ങാനുള്ള യോഗവുമുണ്ട്. വീട് നിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിനുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. പണി പൂർത്തിയാക്കിയ വീടുകൾ, ഫ്ളാറ്റുകൾ എന്നിവയൊക്കെ ആവശ്യാനുസരണം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടാതെ കടബാധ്യതകളൊക്കെ ഇല്ലാതാക്കാനും പണയത്തിലിരുന്ന ആഭരണങ്ങളൊക്കെ തിരികെ എടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. തൃക്കേട്ട നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനിക്കുക. ബുധദശ ആകെ 17 വർഷമാണ്. ഏകദേശം 10 വയസ്സുവരെ ബുധദശ ഉണ്ട് എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് ദശാകാലത്തെ ഒന്ന് വിശകലനം ചെയ്യാം. അതിനുശേഷം 17 വയസ്സുവരെ കേതുർദശ ഏകദണ്ഡ് അനുകൂല സമയമാണ്. എന്നാൽ അതിനുശേഷമുള്ള ശുക്രദശ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അത് ഏതാണ്ട് 37 വയസ്സുവരെ ഉണ്ടാകും. ജാതകത്തിൽ ശുക്രൻ മോശമാണെങ്കിൽ ദോഷഫലങ്ങൾ വർദ്ധിക്കാം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എല്ലാ വെള്ളിയാഴ്ചയും ദർശനം നടത്തി നെയ്വിളക്ക് കൊളുത്തുക. അതിനുശേഷം ഏകദേശം 43 വയസ്സുവരെ സൂര്യദശാകാലമാണ്. ഇത് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 53 വയസ്സുവരെ ചന്ദ്രദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 60 വയസ്സുവരെ ചൊവ്വാദശയാണ്. ചൊവ്വാദശയും അനുകൂല സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ 2025 ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ഒക്കെ ആയിട്ട് മഹാവിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തൃക്കൈവെണ്ണ, കദളിപ്പഴം ഇവ നേദിക്കുക. ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും 2025 വളരെ നല്ലൊരു സമയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.